തിരുവനന്തപുരം വെമ്പായത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് തകർന്നു വീണ അപകടം. കുട്ടികളടക്കം നാഗർകോവിൽ സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനുള്ള സൗകര്യം പോലും പാർക്കിലുണ്ടായിരുന്നില്ല എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ചെയർ സ്വിംഗ് റൈഡിന്റെ പ്രധാന ജോയിന്റിന്റെ വെൽഡിംഗ് പൊട്ടിയാണ് അപകടമുണ്ടായത്. 15 പേർ റൈഡിലുണ്ടായിരുന്ന സമയത്തായിരുന്നു അപകടം. പരിക്കേറ്റ നാഗർകോവിൽ സ്വദേശികളായ മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണതിന് ശേഷം ഇവിടെ നമ്മളെല്ലാവരും ഓടി വന്ന് ഇവിടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഈ സംഭവത്തിൽ ലിഫ്റ്റ് ചെയ്ത് അവരെ സെക്കൻഡിന് കൊണ്ടുപോകാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ ഒരു സംവിധാനവും ഇല്ലാതാണ് ഇത് പ്രവർത്തിക്കുന്നത്. മുമ്പും ഇവിടെ സമാനമായ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ സ്ഥലം MLA GR അനിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അറിയിച്ചു. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഇതുപോലെ ഒരു കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരുന്നൊരു കേന്ദ്രമായതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി സുതാര്യതയോടുകൂടി നടത്തിക്കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാവൂ എന്ന് പഞ്ചായത്ത് അവർ ശ്രദ്ധയപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രവർത്തന ലൈസൻസോ PWD മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ പാർക്കിന് ഉണ്ടായിരുന്നില്ലെന്ന ഗുരുതര ആക്ഷേപവും ഉയരുന്നുണ്ട്. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. വില്ലേജ് ഓഫീസർ അപകടസ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. ഇതേ പാർക്കിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് കഴിഞ്ഞ ഏപ്രിലിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.